ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പല ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ നേരത്ത് അവർ പറയാറുണ്ട്, എനിക്ക് ഇന്ന സ്റ്റോക്കിൽ 10x റിട്ടേൺസ് കിട്ടി, 20x റിട്ടേൺസ് കിട്ടി. ചില ഇൻവെസ്റ്റേഴ്സ് പറയാറുണ്ട് 40x 50x ഒക്കെ റിട്ടേൺസ് കിട്ടി എന്ന് പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഇത്ര കണ്ട് റിട്ടേൺസ് ഓരോ സ്റ്റോക്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നുള്ള അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിംവർക്ക് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജീനെ പറ്റിയിട്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നതെന്നും നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. വീഡിയോയ്ക്ക് ഇപ്പോൾ ലൈക്ക് വളരെ കുറവാണ്. നിങ്ങൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴത്തെ പോലെ തന്നെ മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നിഫ്റ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് തന്നേക്കുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിലും സ്മോൾ ക്യാപ്പ് ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലോസിംഗ് തന്നെയാണ് ഇന്ന് തന്നേക്കുന്നത്. പക്ഷേ നമ്മൾ ഇൻട്രാഡേയിൽ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലായിട്ടുള്ള 22,800 റേഞ്ചിന് അടുത്തായിട്ട് വന്ന് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് അത് ആക്ട് ചെയ്തതിന് ശേഷം അവിടെ തട്ടി താഴോട്ട് വന്നിട്ടാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ്, ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് മാത്രമേ ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അഗൈൻ ബിറ്റ് കോയിന് കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ബിറ്റ് കോയിൻ എല്ലാം സ്റ്റിൽ ആ സൈഡ് വേസ് മൊമെൻറ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒന്നും പറയാനൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രസൻറ്റേഷനിലോട്ട് പോകാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡീപ്പ് വാല്യൂ ഫിലോസഫി അല്ലെങ്കിൽ ഡീപ്പ് വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫ്രെയിംവർക്കുമായിട്ട് ഏകദേശം എന്താ പറയുക, അതിനടുത്തുള്ള ബന്ധമൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഫ്രെയിംവർക്ക് പോലെയാണ്. ഏകദേശം ഒരുപോലെ തോന്നിക്കും, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഡീപ്പ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡീപ്പ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കമ്പനി അതിൻ്റെ സെയിൽസിൻ്റെയോ ബുക്ക് വാല്യൂടെയൊക്കെ ഫ്രാക്ഷനിൽ അവൈലബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഭവമാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അതായത് ബുക്ക് വാല്യൂനെക്കാട്ടിയും വളരെ കുറഞ്ഞ വിലയിൽ, അതല്ലെങ്കിൽ സെയിൽസിനെക്കാട്ടിയും വളരെ കുറഞ്ഞ വിലയിൽ, അങ്ങനെയൊക്കെയാണ് നമ്മളവിടെ കമ്പനീസ് നോക്കുന്നത്. ഇനി പിയിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ വളരെ സിംഗിൾ ഡിജിറ്റ് പിയിലൊക്കെയാണ് നമ്മൾ ഡീപ്പ് വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫ്രെയിംവർക്കിൻ്റെ അകത്ത് കമ്പനീസ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിക്കകത്ത് വരാൻ നേരത്ത് നമുക്കിവിടെ ഇതേ കണക്ക് ഫ്രാക്ഷൻ, അതായത് സെയിൽസിൻ്റെയും ബുക്ക് വാല്യൂടെയൊക്കെ ഫ്രാക്ഷനിൽ കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമൊന്നും തന്നെ ഇല്ല. നമ്മളിവിടെ നോക്കുന്നത് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഓവറോൾ ഷെയർ മാർക്കറ്റിൻ്റെ അകത്ത് എപ്പോഴും നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ സെക്ടറുകൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, നമ്മൾ അതിനെ എമർജിങ് തീം എന്ന് പറയുന്നുണ്ടായിരിക്കും. അതല്ലാതെ മറ്റ് പല സെക്ടേഴ്സിലും മാർക്കറ്റ് അത്ര കണ്ട് പോസിറ്റീവ് അല്ലാത്ത ഒരുപാട് സെക്ടേഴ്സ് കാണും. ആൻഡ് ആ സെക്ടേഴ്സിലൊക്കെ മാർക്കറ്റ് പോസിറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പല കമ്പനീസും താഴ്ന്ന വാല്യൂഷനിൽ കിട്ടാറുണ്ട്. പക്ഷേ അതേ കണക്ക് ഫ്രാക്ഷനിലൊന്നും കിട്ടത്തില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഓക്കെ ആയിട്ടുള്ള വാല്യൂഷനിൽ വളരെ ഒരു ആവറേജ് ആ കമ്പനിയുടെ ലൈഫ് ടൈം PE അല്ലെങ്കിൽ ആവറേജ് നമ്മുടെ ഒരു കമ്പനിയുടെ ലൈഫ് ടൈം പ്രൈസ് ടു ബുക്കൊക്കെ നോക്കാൻ നേരത്ത് നമുക്കൊരു ആവറേജിനെക്കാട്ടിയും വളരെ താഴ്ന്ന നിലയിൽ തന്നെ നമുക്ക് ആ കമ്പനീസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ ടൈപ്പിലുള്ള ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ടൈപ്പിലുള്ള കമ്പനീസ് നമ്മൾ പിക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഈ കോൺട്രേറിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്ന് പറയുന്നത്. ഇത് എസ്പെഷ്യലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സ്പെസിഫിക്കിനെക്കാട്ടിയും കൂടുതൽ സെക്ടർ സ്പെസിഫിക് ആയിരിക്കും ഈ ടൈപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നത്. കാരണം എപ്പോഴും കമ്പനി സ്പെസിഫിക് ആയിട്ടൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് മാർക്കറ്റിൻ്റെ അകത്തൊരു കമ്പനി എന്നാ മാർക്കറ്റ് കൃത്യമായിട്ട് വാല്യൂഷൻ കൊടുക്കാതെ കൊണ്ടുവരുന്നത്, അത് നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആ കമ്പനിയിലൊരു വളരെ ലോങ് ടൈം ആയിട്ടുള്ളൊരു മേജർ പ്രോബ്ലം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അത്ര മാർക്കറ്റ് ആ കമ്പനിക്ക് വാല്യൂഷൻ കൊടുക്കാത്തത്. പക്ഷേ അതേ സമയത്ത് ഒരു സെക്ടറിന് വാല്യൂഷൻ കൊടുക്കാത്തത് അല്ലെങ്കിൽ ഒരു സെക്ടറിനെ മൊത്തത്തിൽ ബീറ്റൺ ഡൗൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്ടറിൽ ഇപ്പം മാർക്കറ്റ് അത്ര പോസിറ്റിവിറ്റി കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇന്ന സെക്ടർ മൊത്തത്തിൽ അടച്ചുപൂട്ടി പോകുമെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പല സെക്ടറുകളും സൈക്ലിക്കൽ സെക്ടറാണ്. എസ്പെഷ്യലി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കാൻ നേരത്ത് ഏകദേശം 90% സെക്ടേഴ്സും സൈക്ലിക്കൽ സെക്ടേഴ്സാണ്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ബോട്ടം എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത സൈക്കിളിൻ്റെ ടോപ്പിലോട്ട് വരുമ്പോഴത്തേക്കും ഈ സെക്ടേഴ്സിലൊക്കെ നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സെക്ടേഴ്സ് കൂടെ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ മാർക്കറ്റിൻ്റെ അകത്ത് ഫാൻസി ഇല്ലാത്ത സെക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ അകത്തുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ബേസിക്കലി ഈ ഒരു സ്ട്രാറ്റജി വെച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ റിന്യൂവബിൾ എനർജി തീമാണ് ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്നത് അല്ലേ. റിന്യൂവബിൾ എനർജി അതല്ലെങ്കിൽ PSU സ്റ്റോക്കുകൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്നത്. പക്ഷേ അതേ സമയത്ത് നിങ്ങളിപ്പോൾ കെമിക്കൽ സ്റ്റോക്കുകൾ നോക്കുക. കെമിക്കൽ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് സ്റ്റിൽ വളരെ ചെറിയ വാല്യൂഷനല്ലേ നിൽക്കുന്നത്. അത് അതിൻ്റെ ഓൾ ടൈം ഹൈന്നൊക്കെ ഒരുപാട് താഴെയല്ലേ നിൽക്കുന്നത്. നമ്മൾ തന്നെ റീസെൻ്റ് ആയിട്ട് ഡൈനാമിക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കെമിക്കൽ സെക്ടറിൻ്റെ അകത്ത്. അപ്പോൾ ഇതേപോലെയുള്ള കമ്പനീസ് നമുക്ക് ചെറിയ വാല്യൂഷനിൽ കിട്ടുന്നതായിരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ
നമ്മുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ടർ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ റൂട്ട് മൊബൈൽ എന്ന് പറഞ്ഞ കമ്പനി, റൂട്ട് മൊബൈൽ എന്ന കമ്പനി ഒരു സമയത്ത് നല്ല ഹൈ വാല്യുവേഷനിൽ, അതായത് ഏകദേശം 120 പിയിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷെയറാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇപ്പോൾ ഉള്ള പി എന്ന് പറഞ്ഞാൽ 25ൻ്റെ പി മാത്രമേ ഉള്ളൂ. അതേസമയം എൻ്റർപ്രൈസ് വാല്യൂ ബൈ ഇവിഡ നമ്മൾ നോക്കാൻ നേരത്ത് 16ൻ്റെ EV ബൈ ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ വാല്യുവേഷനാണ് ഇപ്പോൾ ഈ കമ്പനി നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് ഈ കമ്പനിയുടെ ഗ്രോത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്തിലൊന്നും വലിയ കുറവുകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും 40%-ൻ്റെ ആനുവൽ CAGR വെച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതേ സെയിം സെക്ടറിലുള്ള താൻലെ എന്ന് പറയുന്ന കമ്പനി നോക്കിയാലും അത് ഇതേ കണക്ക് തന്നെ വളരെ ചെറിയ വാല്യുവേഷനിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ വാല്യുവേഷനിലോട്ടൊന്നും താൻലയും പോയിട്ടില്ല. താൻലയിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് 22ൻ്റെ പിയിലാണ് നിൽക്കുന്നത്. EV EBITDA നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 15ൻ്റെ EV EBITDAയിലാണ് നിൽക്കുന്നത്. ഇവിടെയും ഗ്രോത്തിലെന്ന് പറഞ്ഞാൽ വലിയ ഗ്രോത്തിൽ നമുക്ക് കുറവൊന്നും കാണാൻ പറ്റുന്നില്ല. ഓൾമോസ്റ്റ് 22%-ൻ്റെ ഇയർ ഓൺ ഇയർ ഗ്രോത്തും നമുക്ക് ഇപ്രാവശ്യം കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതേ സമയത്ത് നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഫാൻസിയിൽ നിൽക്കുന്ന മറ്റൊരു കമ്പനി ആയിട്ടുള്ള നമ്മുടെ KPIT ടെക്കും ഒക്കെയാണ്. ഓക്കെ, KPIT ടെക്കിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഏകദേശം 70യുടെ പി, EV EBITDA നോക്കുകയാണെങ്കിൽ 38ലാണ് നിൽക്കുന്നത്. അത് മറ്റേ കമ്പനീസിനെ അപേക്ഷിച്ച് അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിളിലും ത്രിബിളിലും ഒക്കെയാണ് നിൽക്കുന്നത്. ഇവരുടെ ഗ്രോത്ത് നോക്കുക, ഗ്രോത്ത് എന്ന് പറയുന്നത് 50%, മറ്റേതെന്ന് പറഞ്ഞാൽ 40% എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ്. പല കമ്പനീസും നമുക്കിപ്പോൾ അറിയാം മാർക്കറ്റിൻ്റെ അകത്തൊരു 15% ഗ്രോ ചെയ്യാൻ തന്നെ പെടുന്ന പാട് നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും 40% ഗ്രോ ചെയ്യുന്ന കമ്പനിക്ക് പോലും മാർക്കറ്റ് അത്ര കണ്ട് വാല്യുവേഷൻ കൊടുക്കുന്നില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം അത് കഴിഞ്ഞ ബുൾറണിൻ്റെ ഫാൻസി സെക്ടറായിരുന്നു. ആ സമയത്ത് ആൾക്കാരെല്ലാവരും അതിൻ്റെ ഒരു ബുൾറൺ റൈഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അകത്തല്ല ഫാൻസി. ഇപ്പോൾ ഫാൻസി നിൽക്കുന്നത് മറ്റ് പല സെക്ടേഴ്സിലായിരിക്കും. സെയിം ഗ്രോത്ത്, ഈവൻ ദോ സെയിം ഗ്രോത്ത് ആ കമ്പനീസ് ഈ ഫാൻസിയിലുള്ള സെക്ടേഴ്സിനോടുള്ള സെയിം ഗ്രോത്ത് കാഴ്ചവെച്ചാൽ പോലും ചിലപ്പോൾ മാർക്കറ്റ് അതിനെ റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല. മാർക്കറ്റ് ഓരോ സെക്ടേഴ്സിനെയും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ടൈം വരും. ആ ടൈമിൽ മാത്രമേ ആ സ്റ്റോക്കുകളിൽ പൈസ ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ ഈ മൈക്രോ ഫിനാൻസ് സെക്ടറിനെയൊക്കെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മൈക്രോ ഫിനാൻസ് സെക്ടർ പോലും ഒരു സമയത്ത് മാർക്കറ്റിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ള കമ്പനീസ് ലിസ്റ്റഡ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തൊന്നും ഗ്രോത്ത് വരുന്നില്ലായിരുന്നു. ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം ഇടയ്ക്ക് വെച്ച് വന്നു തുടങ്ങിയപ്പോഴത്തേക്കും എഗെയിൻ കൊറോണ എന്ന് പറയുന്ന സംഭവം വന്ന് അതിനുശേഷം അതിനെ ഇടിച്ച് താഴെ കൊണ്ട് അപ്പോഴത്തേക്ക് ആ സെക്ടർ ഫാൻസിയിൽ ഇല്ലാതായിപ്പോയി. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ആ സെക്ടറിന് അത്ര കണ്ടൊരു വാല്യുവേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഗ്രോത്ത് വന്നെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, ആ സെക്ടർ മൊത്തത്തിൽ ഒരു ഫാൻസിയിലോട്ട് വരണം, അല്ലെങ്കിൽ മാർക്കറ്റ് മൊത്തം ആ ഒരു സെക്ടറിൻ്റെ പിറകിലായിരിക്കും സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നോക്കാം. ഓക്കെ, HDFC AMC ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 42ൻ്റെ പിയിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അതേസമയം നമ്മൾ ഹിസ്റ്റോറിക്കലി ഇതിൻ്റെ പി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആയിരുന്ന സമയത്ത് നമ്മളിവിടെ പി നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് 25 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു പി നിന്നിരുന്നത്. ഒരു 25-30 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പി നിന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഷെയർ മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോകുമ്പോഴത്തേക്കും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്, അതല്ലെങ്കിൽ ബ്രോക്കേഴ്സ്, എക്സ്ചേഞ്ചസ്, ഈ വക കമ്പനീസ് എല്ലാം മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് ഫേസിലോട്ട് വരും. അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ അകത്ത് മാർക്കറ്റിൻ്റെ ഒരു ഫാൻസി വരും. ആ സ്റ്റോക്കുകളുടെ എല്ലാം റിസൾട്ട് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാർക്കറ്റ് ആ സെക്ടറിൻ്റെ അകത്ത് പോസിറ്റീവാണ്. ആ സമയത്ത് അതിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതേ കണക്ക് തന്നെ ഗോൾഡ് സ്റ്റോക്ക്, ഇപ്പോൾ ഗോൾഡ് സ്റ്റോക്കുകളെല്ലാം പറന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഗോൾഡ് പ്രൈസ് കൂടുന്നുണ്ട്. ഓബിയസ്ലി അവരുടെ പ്രോഫിറ്റിലും സെയിൽസിലും ഒക്കെ അതിൻ്റെ ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഈ സമയത്ത് മാർക്കറ്റും കൂടെ ഗോൾഡ് പ്രൈസ് പോസിറ്റീവ് ആവുന്നതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവർ ഗോൾഡ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന മറ്റ് സ്റ്റോക്കുകളെ തപ്പി നടക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനീസിൻ്റെ വാല്യുവേഷൻസ് ഒബിയസ്ലി മേളിലോട്ട് പോകും. അപ്പോൾ ഈ രീതിയിൽ മാർക്കറ്റിൻ്റെ ഫാൻസി ഉള്ള സെക്ടേഴ്സിലോട്ട് നമ്മൾ പോവാതെ മാർക്കറ്റിൻ്റെ ഫാൻസി ഒട്ടും തന്നെ ഇല്ലാത്ത മാർക്കറ്റ്, അതായത് ഗ്രോത്ത് വന്നിരുന്നെങ്കിലും ആ ഗ്രോത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഷോർട്ട് ടൈം പ്രോബ്ലം കൊണ്ട് ആ സെക്ടറിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് ഗ്രോത്ത് വരാത്തതായിരിക്കാം. ചിലപ്പോൾ ആ സെക്ടർ കുറച്ച് കഴിയുമ്പോൾ ടേൺ ചെയ്യുന്നതായിരിക്കാം. ഇനി അതല്ല, ഇവൻ്റെ ചില സെക്ടേഴ്സിൽ ഇതേ കണക്ക് റൂട്ട് മൊബൈലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഗ്രോത്ത് നടന്നുകൊണ്ടിരുന്നാൽ പോലും കമ്പനീസിന് മാർക്കറ്റിൻ്റെ ഫാൻസിയിലോട്ട് വരാൻ പറ്റാത്ത കുറച്ച് കമ്പനീസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കമ്പനീസിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് ആക്ച്വലി ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സൈക്ലിക്കൽ കമ്പനിയാണോ അല്ലയോ നമ്മൾ നോക്കണം. ഇപ്പോൾ ഒരു കെമിക്കൽ സെക്ടർ നമ്മൾ എടുക്കുകയാണ്, കെമിക്കൽ സെക്ടറിൻ്റെ അകത്തുള്ള കമ്പനി എടുക്കുകയാണ്, അത് സൈക്ലിക്കൽ സെക്ടറാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡൈനാമിക് പ്രോഡക്ട്സിൻ്റെ കാര്യം, ഓക്കെ, ഡൈനാമിക് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ കാര്യം നോക്കുക. ഇവരുടെ EV EBITDA എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് 14-15 ആണ്. പക്ഷേ ഇനി ഇവരുടെ ഈ EV EBITDA എന്ന് പറയുന്നത് ഒരു 30-ലോട്ടോ 45-ലോട്ടോ പോകണമെങ്കിൽ ഈ സൈക്കിൾ അപ് ട്രെൻഡിലോട്ട് വരണം. അപ്പോൾ എപ്പോഴായിരിക്കും ഈ ഒരു സൈക്കിൾ അപ് ട്രെൻഡിലോട്ട് വരുന്നത്? അത് ഈ സൈക്കിളിൻ്റെ ഉള്ള മൊത്തത്തിലുള്ള ഗ്ലോബലി ഉള്ള ഡിമാൻഡ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ആ സൈക്കിൾ അടുത്ത അപ് ട്രെൻഡ് വരാൻ വേണ്ടിയിട്ട്. അതെന്നായിരിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് ഒരു പ്രെഡിക്റ്റബിലിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക്
കൃത്യമായിട്ട് ഇതിൻ്റെ എപ്പോഴാണ് ഇത് സൈക്കിൾ ടേൺ ആവുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വളരെ ലോങ് ടൈമിൽ പെട്ടുപോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിംവർക്കിലെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വളരെയധികം ലോങ് ടൈമിൽ ഇതുപോലെയുള്ള വളരെ കോൺട്രറി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എടുത്തിരുന്നാൽ പോലും ആ സെക്ടർ പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്ന് പോസിറ്റീവ് ആവും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ചില സ്റ്റോക്കുകൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള റൂട്ട് മൊബൈൽ പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ അവർ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സൈക്ലിക്കലല്ല, അവർ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്താ അല്ലെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഷെയർ പ്രൈസ് മൂവ് ആവുന്നില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വാല്യൂഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 25 പിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അവിടെ നിന്ന് 20 പിയിൽ വരാം, 15 പിയിൽ വരാം. പക്ഷേ 15 കാട്ടിയൊക്കെ ഇനി ഒരുപാട് എത്ര കണ്ട് പീക്ക് താഴോട്ട് പോകാൻ പറ്റും, ഒരുപാട് അങ്ങോട്ട് പീക്ക് താഴോട്ട് പോകാൻ നേരത്ത് ആരുടെയെങ്കിലും ഒക്കെ സ്ക്രീനേഴ്സിൽ ഇത് പൊങ്ങി വരും. ഇതുപോലുള്ള സ്റ്റോക്കുകൾ, വളരെ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ വളരെ ചെറിയ പിയിലാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ആരുടെയെങ്കിലും ഒക്കെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതല്ലെങ്കിൽ മറ്റ് ഫണ്ട് മാനേജേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ഇതുപോലെ സ്റ്റോക്കുകൾ പതുക്കെ ഇത് വരും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് അവർ ആ സ്റ്റോക്കുകൾ മേടിക്കുകയും അങ്ങനെ ആ സ്റ്റോക്കുകൾ എഗെയിൻ പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് ഒന്നുകൂടെ ഒന്ന് ഫേമസ് ആയി വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എഗെയിൻ ബുള്ളിഷ് മൊമെൻ്റ് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിംവർക്ക് നമ്മൾ ഫോളോ ചെയ്യാൻ നേരത്ത് സൈക്ലിക്കൽ സ്റ്റോക്കുകളുടെ ബോട്ടത്തിൽ മേടിച്ച് കുറച്ചധികം നാൾ അതിൻ്റെ അകത്ത് പെട്ടുപോകുന്നതിനെക്കാട്ടി നല്ലത് അത്യാവശ്യം ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫാൻസി ഇല്ലാത്തത് കാരണം അത് കുറച്ച് താഴത്തെ ലെവലിലേക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ റേഞ്ച് പറയാൻ പറ്റത്തില്ല. അതായത് എത്രയുടെ പിക്ക് താഴെ മേടിക്കണമെന്നോ അല്ലെങ്കിൽ എത്രയുടെ പ്രൈസ് ടു സെയിൽസിൻ്റെ താഴെ മേടിക്കണമെന്നോ നമുക്ക് കൃത്യമായിട്ട് റേഞ്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും ആ ഗ്രോത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിനെക്കാട്ടിയും കുറഞ്ഞ പിയിലോട്ട് നമുക്ക് കമ്പനീസ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അതായത് ഒരു 40% ഒക്കെ ഗ്രോ ചെയ്യുന്ന കമ്പനീസ് നമ്മൾ മേടിക്കാൻ നേരത്ത് നമുക്കൊരു 20-25 പിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, ഇനി അതല്ലാതെ കുറച്ചുകൂടെ ഒരു 20% ഒക്കെ മാത്രം ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്യുന്ന കമ്പനി നമ്മൾ 20യുടെ പിയിൽ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര കണ്ടൊരു ആ കോൺട്രറി ഇൻവെസ്റ്റ്മെൻറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു വാല്യൂഷൻ അല്ല, അതൊരു ഫെയർ വാല്യൂഷൻ മാത്രമാണ്. അത് നമുക്ക് കുറച്ചുകൂടെ നമ്മളെ ഗ്രോത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുള്ള വാല്യൂഷനിൽ നമുക്ക് കമ്പനീസ് കിട്ടണം. ഇനി ഇവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു കമ്പനി എടുക്കാൻ നേരത്ത് അത് അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയത്തായിരിക്കും നമ്മൾ ആ കമ്പനീനെ എൻട്രി ചെയ്യുന്നത് മിക്കവാറും. എസ്പെഷ്യലി സൈക്ലിക്കൽ സ്റ്റോക്കുകളൊക്കെ എടുക്കാൻ നേരത്ത് അതിൻ്റെ പ്രൈസ് ഏറ്റവും ബോട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ സമയത്ത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആ സൈക്കിളിൻ്റെ ബോട്ടത്തിൽ നമുക്ക് ആ ഷെയർ പ്രൈസും ബോട്ടത്തിൽ തന്നെ കിട്ടുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത് ഈ സൈക്കിൾ തിരിച്ച് റിവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കാൻ നേരത്ത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ അധികം നാൾ ചിലപ്പോൾ കുറച്ചധികം വർഷങ്ങൾ തന്നെ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വർഷങ്ങൾക്കിടയിൽ ഈ കമ്പനി പൂട്ടിപ്പോകരുത്. അത് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ ഡീപ്പ് വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് പറഞ്ഞപ്പോൾ അന്നും നമ്മൾ സംസാരിച്ച കാര്യമാണ്. ഇതിൻ്റെ അകത്തൊരു ബാങ്ക്രപ്സി റിസ്ക് ഉണ്ടായിരിക്കാൻ പാടില്ല. അത് കമ്പനിയുടെ ഒരുപാട് കടമുണ്ട്, കമ്പനിയുടെ ഷെയർസ് ഒക്കെ ഒരുപാട് പ്ലഡ്ജ്ഡ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബിസിനസ് പൂട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബാങ്ക്രപ്സിയുടെ ഒരു ചാൻസ് ഇല്ലാത്ത കമ്പനീസ് മാക്സിമം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക. ഇനി ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിംവർക്കിൽ ഏറ്റവും എന്താ പറയുക നമുക്ക് നമ്മൾ ആസ് എ റീറ്റെയിലർ നമുക്ക് ഒട്ട് ദഹിക്കാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ഫ്രെയിംവർക്കിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോക്കുകൾ എടുക്കാൻ നേരത്ത് നമുക്ക് ഒരുപാട് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും. എസ്പെഷ്യലി നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്കുകൾ കൂടുതലും സൈക്ലിക്കൽ സ്റ്റോക്കുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും. കാരണം അത് അതിൻ്റെ മോശ സമയത്താണ് നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ടാണല്ലോ അതിന് വാല്യൂഷൻ കുറവായിരിക്കുന്നത്. അപ്പോൾ ഈ മോശ സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ഇത്ര കണ്ട് ഫാൻസിയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇത്ര കണ്ട് ഗ്രോത്ത് വരാത്തതുകൊണ്ടായിരിക്കാം, ഒക്കെ ആയിരിക്കാം അതിൻ്റെ വാല്യൂഷൻ മാർക്കറ്റ് കൊടുക്കാത്തതെന്ന് നമ്മൾ വിചാരിക്കും. അതായിരിക്കും നമ്മൾ അനലൈസേഴ്സ്. പക്ഷേ അതേ സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ കമ്പനിയുടെ എന്താ പറയുക പ്രൊമോട്ടർക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ബിസിനസ്സിലുണ്ടായിരിക്കും, ഇതിൻ്റെ മാനേജ്മെൻറ്റിലുണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇഷ്യൂസ് നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും, പക്ഷേ മാർക്കറ്റിന് അത് അറിയായിരിക്കും. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ മാർക്കറ്റ് അതിന് നല്ല രീതിയിലുള്ള വാല്യൂഷൻ കൊടുക്കാത്തത്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഗ്രോത്ത് ഇൻവെസ്റ്റിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഇതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യത്തില്ല. കുറച്ചൊന്ന് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ മാത്രമേ ബിൽഡ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അങ്ങോട്ട് അപ്സൈഡ്, അതായത് ഈവൻ ദോ സ്റ്റോക്കുകൾ പലതും മൾട്ടിപ്പിൾ, അതായത് 3x 4x 5x 10x 30x 50x ഒക്കെ തന്നാൽ പോലും നമുക്കിത് പോർട്ട്ഫോളിയോ ലെവലിൽ നോക്കാൻ നേരത്ത് വലിയ പെർസെൻറ്റേജിൻ്റെ റിട്ടേൺസ് തന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് വെച്ചിട്ട് സിദ്ധാർത്ഥ് ബായ എന്ന് പറയുന്ന നമ്മുടെ അക്വിറ്റാസിൻ്റെ മാനേജറിനെ പറ്റിയിട്ട് ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ പുള്ളി HEG എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ അകത്ത് 35x റിട്ടേൺസ് എടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ 35x റിട്ടേൺസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു 30% 40% ഒക്കെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് 35x ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു, നമുക്ക് പോർട്ട്ഫോളിയോ ലെവലിൽ വലിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് പുള്ളിയുടെ ആ ഒരു ഫണ്ടിൻ്റെ അകത്ത് പുള്ളി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5% അലോക്കേഷൻ
അലോക്കേഷൻ മാത്രം എന്താണ് ആദ്യം HEG എടുത്തത്. ഈ 5% അലോക്കേഷൻ എടുത്തതിന് ശേഷം കുറച്ചധികം വർഷങ്ങൾ ഈ HEG എന്ന് പറഞ്ഞ സ്റ്റോക്ക് പെർഫോം ചെയ്തില്ല. ഓക്കെ, കുറച്ചധികം വർഷങ്ങൾ പെർഫോം ചെയ്യാതെ ഇരുന്നപ്പോഴത്തേക്കും ബാക്കി സ്റ്റോക്കുകൾ പെർഫോം ചെയ്ത് മേളിലോട്ട് കയറിപ്പോയി. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി വെച്ച് പുള്ളി എടുക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിൻ്റെ അകത്തുനിന്ന് പൊസിഷൻ കട്ട് ചെയ്ത് ഇറങ്ങി പോകാനും പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഇതിൻ്റെ ഈ ഒരു സൈക്കിൾ ടേൺ ആവുമെന്നും പുള്ളിക്കറിയാം. അപ്പോൾ അങ്ങനെ വെച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് 1% അലോക്കേഷനിലോട്ട് ചുരുങ്ങി. 1% അലോക്കേഷനിൽ ചുരുങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു 0.5%, അതായത് 0.5% അലോക്കേഷനിലോട്ട് വരെ ചുരുങ്ങിയെന്നാണ് പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നത്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അത്ര കണ്ട് ആ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജിലോട്ട് പുള്ളിയുടെ അലോക്കേഷൻ ചുരുങ്ങിപ്പോയി. അപ്പോൾ അത്ര കണ്ട് ചെറിയ അലോക്കേഷൻ നിന്നുകൊണ്ട് പിന്നെ ആ സ്റ്റോക്ക് 35x തന്നെന്ന് പറഞ്ഞാലും അത് ആ മൊത്തം ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ എത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് 0.5% അലോക്കേഷൻ. നിങ്ങൾ ടോട്ടൽ 100 രൂപയുണ്ട്, 100 രൂപയിൽ അര എന്ന് പറയുന്ന ഒരു രൂപ, അര രൂപ അല്ലെങ്കിൽ 50 പൈസ എന്ന് പറഞ്ഞ സാധനം 35x ആയെന്ന് കഴിഞ്ഞാൽ 35x ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഒരു 15% ഒരു റിട്ടേൺസ് ഉണ്ട്. ആ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ 15% റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വർഷം ഇത് ഹോൾഡ് ചെയ്ത് ഇത്ര രീതിയിൽ ഇത്രയെല്ലാം പ്രോബ്ലംസ് ഉണ്ടായിരുന്ന സമയത്തല്ല ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കഥ വിടാൻ വേണ്ടിയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്കൊരു കഥ പറയാൻ പറ്റും. ഞാൻ ഇന്ന സ്റ്റോക്ക് ഇത്ര എന്താ പറയുക X വരെ റൈഡ് ചെയ്തു, എനിക്ക് ആ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റ് കിട്ടി എന്നൊക്കെ നമുക്ക് കഥ വിടാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ സൈക്കിൾ അന്ന് നമുക്കറിയാം ചൈനയിൽ നടന്ന ഒരു ചെറിയൊരു റെഗുലേഷൻ ചേഞ്ച് കാരണമാണ് ആ സ്റ്റോക്കിൻ്റെ അത് അത്ര ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് വന്നത്. ആ റെഗുലേഷൻ ചേഞ്ച് അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ അകത്ത് വലിയ റിട്ടേൺസ് ഒന്നും പുള്ളിക്ക് ഇപ്പോഴും ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അത് മാത്രമല്ല ആ സ്റ്റോക്ക് അപ്പോൾ ഇങ്ങനെ താഴോട്ട് പോയി ഇപ്പോൾ ഓൾറെഡി 0.5% അലോക്കേഷനിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് പതുക്കെ താഴോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ ഈ സ്റ്റോക്ക് ഇല്ലാതെ വളരെ ചെറിയൊരു അലോക്കേഷനിലാകുമ്പോഴത്തേക്കും പുള്ളി എന്നെ കട്ട് ചെയ്ത് കളയും. ആരും അറിയത്തുപോലുമില്ല ഇങ്ങനെ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് ആയി പോയെന്ന് ആരും അറിയത്തുപോലുമില്ല. അപ്പം ഈ രീതിയിൽ ഇത് ഓവർ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കഥ അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റത്തുള്ളൂ. നമുക്കിതിൻ്റെ അകത്തുനിന്ന് മൾട്ടി ബാഗർ റിട്ടേൺസുകൾ എല്ലാ സമയത്തും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതേ കണക്ക് 20-30 സ്റ്റോക്കുകളൊക്കെ ഒരുമിച്ച് മേടിച്ച് വെക്കുന്നു. ഏതെങ്കിലും ഒരു 2 വർഷം കൂടുമ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റോക്ക് വലിയ എക്സിൻ്റെ റിട്ടേൺസ് തരും. എന്നിട്ട് അത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ട് നമുക്ക് കഥ വിടാൻ പറ്റും. ഇങ്ങനെ എൻ്റെ ഇന്ന സ്റ്റോക്ക് ഇത്ര എക്സ് റിട്ടേൺസ് തന്നു. എന്നിട്ട് ആ സ്റ്റോക്ക് എത്ര പെർസെൻറ്റേജ് അലോക്കേഷനാണ്, അത് കാരണം പോർട്ട്ഫോളിയോയിൽ എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടായി, ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും വരത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇതിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അടുത്ത കണക്ക് റിട്ടേൺസ് തരും. പക്ഷേ ഓരോ വർഷവും എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ എന്ത് മാത്രം മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അതിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതല്ലാതെ ഈ ഒരു എക്സ് റിട്ടേൺസുകൾ ആൾക്കാർ പറയുന്നതിന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ലേഡൻ ആവണ്ട. അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ചധികം വർഷങ്ങൾ തരണം. ഏതെങ്കിലുമൊക്കെ ഒരു വർഷമൊക്കെ അത്യാവശ്യം ഇപ്പോൾ ലാസ്റ്റ് ഒരു വർഷം കൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്ത് ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. കാരണം മാർക്കറ്റ് നല്ലൊരു അപ്പ് മൊമെൻറ്റത്തിലായിരുന്നു. ആ സമയത്ത് റിട്ടേൺസ് ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അതേ സമയത്ത് മാർക്കറ്റിൻ്റെ ടഫായിട്ടുള്ള സൈക്കിൾസ് എല്ലാം കണ്ടത് ഒരു 10 വർഷമൊക്കെ നീണ്ട ടൈം ഫ്രെയിമിൻ്റെ അകത്ത് മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലോങ് ടൈം CAGR എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അതിൽ വലിയ CAGR ഇന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരാൾ പോലും നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റത്തില്ല. ലോങ് ടൈം CAGR മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30% ഒക്കെ കൂടിപ്പോയാൽ കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ കിട്ടത്തില്ല. അതും സൈക്കിളിൻ്റെ ടോപ്പിലൊക്കെ നിൽക്കാൻ നേരത്ത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സൈക്കിളിൻ്റെ ഏകദേശം ടോപ്പിലോട്ട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടോപ്പിൽ നിൽക്കാൻ നേരത്ത് നമ്മളൊരു ലോങ് ടൈം CAGR ചോദിക്കാൻ നേരത്ത് ചിലപ്പോൾ ചില ആൾക്കാർ 40%, 35% ഒക്കെ പറയും. അടുത്ത് ഈ സൈക്കിളിൻ്റെ ബോട്ടത്തിലോട്ട്, അതായത് നെക്സ്റ്റ് ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അവർ പറയും എൻ്റെ ലോങ് ടൈം CAGR ഒരു 20% ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് അത്രയൊക്കെ വരത്തുള്ളൂ. അല്ലാതെ ഇന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റ് അകത്തുനിന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റിട്ടേൺസ്, അതായത് ഓരോ എല്ലാ സ്റ്റോക്കുകളും ഇതേ കണക്ക് 20x 30x ഒക്കെ ആയാൽ മാത്രമല്ലേ നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ ഇതേ കണക്കുള്ള വലിയ പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ വലിയ എക്സുകളിലോട്ട് ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു റിട്ടേൺസ് ചെറിയ ടൈം ഫ്രെയിം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഓബിയസ്ലി ഇതല്ല. പക്ഷേ അങ്ങനെ ആണെന്നുള്ള രീതിയിലാണ് പല ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പല ഫണ്ട് മാനേജേഴ്സും പല PMS മാനേജേഴ്സും ഒക്കെ വന്നിരുന്നിട്ട് ഇൻ്റർവ്യൂസിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇന്ന സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഞാൻ ആ സമയത്ത് ഇന്ന സെക്ടറിൽ മാർക്കറ്റ് മൊത്തം നെഗറ്റീവ് ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ ആ സെക്ടറിൽ പൈസ ഇട്ടു, അത് കാരണം എനിക്ക് ഇന്ന സെക്ടറിൻ്റെ അകത്തുള്ള ഇന്ന സ്റ്റോക്കുകളിലൊക്കെ ഇത്ര എക്സ് റിട്ടേൺസ് കിട്ടിയെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഡീപ്പായിട്ട് അവർ എത്ര പെർസെൻറ്റേജ് അലോക്കേഷൻ ഇട്ടു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചിന്തിക്കാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വലിയ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ എല്ലാ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സും എന്തുകൊണ്ട് ഇത് മാത്രം ചെയ്യുന്നില്ല? അവരെല്ലാവരും ഈ സ്ട്രാറ്റജി മാത്രം ചെയ്യുന്നില്ല. അവരെല്ലാവരും പല പല സ്ട്രാറ്റജീസ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഒരു മീനിങ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടും. പക്ഷേ അത് നമ്മുടെ എന്താ പറയുക, ഇവർ ഈ വിടുന്ന കഥകൾ അനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് കിട്ടുക എന്ന് പറഞ്ഞതിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ
ടൈം ഫ്രെയിം എത്രയാണെന്ന് നോക്കുക. അതായത് നിങ്ങൾ എടുക്കുന്ന ലോങ് ടൈം, ഈ നമ്മൾ ഓൾറെഡി തന്നെ ഇതിൻ്റെ കാര്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ലോങ് ടൈം എന്ന് പറയുമെങ്കിലും ഈ ലോങ് ടൈം എന്ന് പറയുന്നത് എത്ര ലോങ് ആണെന്ന് ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. എൻ്റെ ലോങ് ടൈം എന്ന് പറയുന്നത് 1 ഇയർ ആണോ, 2 ഇയർ ആണോ, 5 ഇയർ ആണോ, 6 ഇയർ ആണോ, 10 ഇയർ ആണോ എന്നൊക്കെ നമ്മളൊരു തീരുമാനം എടുക്കുക. ഇനി ആ തീരുമാനം എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ മാർക്കറ്റ് സൈക്കിളിൻ്റെ എവിടെയാണ് നിൽക്കുന്നത്, നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ പീക്കിലാണോ, ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണോ, ബെയർ മാർക്കറ്റിൻ്റെ ഇടയിലാണോ നിൽക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു അനലൈസ് എടുക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ഏകദേശം ബുൾ മാർക്കറ്റിൻ്റെ ഒരു പാതി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 3/4 ഭാഗം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു വർഷത്തെ ലോങ് ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് മാർക്കറ്റിൻ്റെ ഒരു ബെയർ മാർക്കറ്റിൻ്റെ പാതിയിലായിരിക്കും നമ്മുടെ ലോങ് ടൈമിൻ്റെ അകത്ത് നമ്മൾ എക്സിറ്റ് എടുക്കാൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് എങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് വലിയ രീതിയിലുള്ള റിട്ടേൺസ് എടുക്കാൻ പറ്റും? കാരണം ആ സമയത്തേക്ക് സ്റ്റോക്ക് താഴെ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ചിന്തിക്കുന്ന ലോങ് ടൈം എല്ലാം വ്യത്യാസമായിരിക്കും. ഇതേ കണക്ക് കോൺട്രറി ഇൻവെസ്റ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ലോങ് ടൈം എന്ന് പറഞ്ഞാൽ 10 ഇയേഴ്സ് ലോങ് ടൈം ആയിരിക്കും. ഈ 10 ഇയേഴ്സ് ലോങ് ടൈം എടുത്തതിന് ശേഷം നിങ്ങൾ ഇനി അടുത്ത് വരാൻ പോകുന്ന ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും ഈ ഷെയർ മാർക്കറ്റിൽ നിന്നൊരു റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആയി പോയിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഷെയർ മാർക്കറ്റ് മൊത്തം ഫ്രോഡാണെന്നുള്ള രീതിയിൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു നടക്കുന്നതല്ലാതെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. എത്രയാണ് നിങ്ങളുടെ ലോങ് ടൈം, എത്രയാണ് എവിടെയാണ് മാർക്കറ്റിൻ്റെ സൈക്കിളിൽ നമ്മൾ നിൽക്കുന്നത്, നിങ്ങൾ ഓരോ കമ്പനി എടുക്കാൻ നേരത്ത് ആ കമ്പനിയുടെ ലൈഫ് സൈക്കിളിൽ എവിടെയാണ് നിൽക്കുന്നത്, കമ്പനിയുടെ ഒരു സൈക്ലിക്കാലിറ്റി എലമെൻറ്റുള്ള കമ്പനിയാണെങ്കിൽ അതിൻ്റെ എവിടെയാണ് നിൽക്കുന്നത് എന്നെല്ലാമുള്ള കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക. ഞാൻ ഇന്നിവിടെ കുറച്ച് കമ്പനീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. എസ്പെഷ്യലി റൂട്ട് മൊബൈൽ നല്ലൊരു എന്താ പറയുക, ആ ഒരു സൈക്കിളിൻ്റെ ബോട്ടത്തിലായിട്ട് നിൽക്കുകയാണ്. സൈക്കിളല്ല അത്, ആ ഒരു മാർക്കറ്റ് ആ ഒരു കമ്പനീനെ ഇപ്പം അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്യുന്നില്ല, എന്താ പറയുക, വാല്യൂഷൻ കൊടുക്കുന്നില്ല. ഇതേ കണക്ക് തന്നെ വേറൊരു കമ്പനി ഒരു എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബജാജ് കൺസ്യൂമർ എന്ന് പറയുന്ന സ്റ്റോക്കിന് ഇപ്പം മാർക്കറ്റ് വലിയ രീതിയിലുള്ള വാല്യൂഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഞാൻ അതിൻ്റെ ഇതെടുത്ത് കാണിച്ചു തരാം. ബജാജ് കൺസ്യൂമർ കെയർ നമ്മളിപ്പോൾ പ്രൈസ് പി ഇ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 21 പി ആണ്. EV EBITDA നോക്കുകയാണെങ്കിൽ 16 ടൈംസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലൊക്കെ ഇതുപോലെയുള്ള സ്റ്റോക്കുകളുടെ അകത്തൊക്കെ കൺസ്യൂമർ സെക്ടറിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു സ്ലോ ഡൗൺ ആണ് നടക്കുന്നത്. അടുത്ത് ഈ ഒരു സെക്ടറിൻ്റെ അകത്തൊരു ഗ്രോത്ത് വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പി റേറ്റിംഗ് തന്നെ കാണാൻ ചാൻസ് ഉള്ള കമ്പനീസാണ് ഈ പറഞ്ഞിട്ടുള്ള ബജാജ് കൺസ്യൂമർ പോലെയുള്ള സ്റ്റോക്കുകൾ. റൂട്ട് മൊബൈൽ ഞാൻ അങ്ങനെ കൺസ്യൂമർ സെക്ടറിൽ ഒരു ഗ്രോത്ത് വരികയാണെങ്കിൽ അവിടെ പി റേറ്റിംഗ് അല്ല, ആ ഒരു ഗ്രോത്ത് അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും തന്നെ അടുത്തൊരു ഒരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഫണ്ട് മാനേജറോ ഒക്കെ ആ ഒരു സ്റ്റോക്കിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ സ്റ്റോക്കിൻ്റെ അകത്ത് കുറച്ച് അവർ അക്യുമുലേഷൻ നടത്തി തുടങ്ങാൻ നേരത്ത് പതുക്കെ അതിൻ്റെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ എന്താ പറയുക മാർക്കറ്റിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റി പതുക്കെ ഡ്രൈ അപ്പ് ആവും. അതിനുശേഷം ആ സ്റ്റോക്ക് അപ്പ് മൊമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വയ്ക്കുക. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റീസെൻ്റ്ലി കുറയുന്ന ടൈപ്പ് സ്റ്റോക്കുകളിലോട്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ ഒരു ബജാജ് കൺസ്യൂമർ എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കുക. ഇതിൻ്റെ അകത്ത് ഈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 1,76,000 നിന്ന് ഇപ്പം നമ്മൾ നോക്കാൻ നേരത്ത് 1,37,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്യാൻ നേരത്ത് ഇതൊക്കെ കൂടെ നമ്മൾ സ്ക്രീനിങ് ക്രൈറ്റീരിയസിലോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ സമയത്ത് നമുക്ക് ചില സ്റ്റോക്കുകൾ ഇതേ കണക്ക് തന്നെ ചെറിയ വാല്യൂഷനിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതെല്ലാം മറ്റൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹൈ ROC ഉള്ള കമ്പനീസ്, അതായത് ഒരു 20-25 മേളിൽ ROC ഉള്ള കമ്പനീസ് നമുക്കൊരു 15 അതായത് 15 താഴോട്ട് PE കിട്ടുകയാണെങ്കിൽ അതിനെ നിങ്ങൾ സ്ക്രീൻ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയുള്ള അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ലിസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഞാനിപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിൽ ചെയ്ത് കാണിച്ചു തരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വലിയ ലിസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഈ വലിയ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ഓരോ സ്റ്റോക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കി വേണം ഇതിൻ്റെ അകത്തുനിന്ന് അടുത്ത സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫ്രെയിം വർക്കുകൾ ഉപയോഗിക്കുന്നെങ്കിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് കണ്ട ഒരു സ്റ്റോക്കാണ് ബജാജ് കൺസ്യൂമർ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അതേ കണക്ക് തന്നെ നമ്മുടെ റൂട്ട് മൊബൈൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക്, അത് ഞാൻ കുറച്ചധികം നാളായിട്ട് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഞാൻ അല്ലാതെ അതിൻ്റെ സ്ക്രീനറിൽ വന്നതല്ല, ഞാൻ അല്ലാതെ തന്നെ കുറച്ചധികം നാളായിട്ട് ട്രാക്ക് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. അതിൻ്റെ ഗ്രോത്തും അതേ കണക്ക് തന്നെ വാല്യൂഷൻ തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ഞാൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വയ്ക്കാനും ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് അൾട്രാ ലോങ് ടൈമിലോട്ട് പോവുക, അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ അഡീഷൻസ് നടത്തി പതുക്കെ അഡീഷൻസ് നടത്തി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെയൊക്കെ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ
എപ്പോൾ വരുമോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും നാളുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ അക്യുമുലേഷൻ നടത്തിക്കൊണ്ട് പോകുക എന്നതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. ബ്രേക്കൗട്ട് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് നേരത്തെ മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ സ്റ്റോക്ക് റിലേറ്റഡ് ആയാലും അതല്ല മറ്റ് മാർക്കറ്റ് റിലേറ്റഡ് ആയാലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ എല്ലാം തന്നെ കമൻറ്റിലിട്ടാൽ മതി. ഞാൻ കമൻറ്റ് വഴിയിട്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ എല്ലാ കമൻറ്റിനുള്ള റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾ കമൻറ്റിൽ റിപ്ലൈ ഇടാൻ കമൻറ്റ് ഇടാൻ നേരത്ത് ഒരു കമൻറ്റിൻ്റെ അകത്ത് ഒരു സ്റ്റോക്ക് വെച്ച് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കതായിരിക്കും റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.